ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല 2 ടിപ്പുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് മുരിങ്ങയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മുരിങ്ങയില നമ്മൾ സാധാരണഗതിയിൽ കഴുകുന്ന സമയത്ത് ആ മുരിങ്ങയിലേക്ക് ശരിയായിട്ട് വെള്ളം ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഇനി നിങ്ങൾ കഴുകുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഉപ്പിട്ടൊന്ന് കഴുകി നോക്കും. നല്ല രീതിക്ക് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി പ്രമേഹ രോഗത്തിനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു മുരിങ്ങയില റെഡിയാക്കി എടുക്കാം എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി നല്ല കോട്ടൺ തുണിയിൽ നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ഇല്ലാണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. മുരിങ്ങയില ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളം ഒട്ടും ഇല്ലാണ്ട് വേണം നമ്മൾ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതുകൊണ്ട് നമ്മൾ കഴുകി ഇതുപോലെ നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് തുടച്ചെടുത്ത ഒരു മുരിങ്ങയില നമുക്ക് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്, ഞാനിവിടെ 2 വറ്റൽമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 2 പല്ല് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു മുരിങ്ങയിലയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു മുരിങ്ങയില ഇങ്ങനെ പൊടിഞ്ഞു പോകത്തക്ക രീതിയിൽ തന്നെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. അതുകൊണ്ടാണ് ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ നമ്മൾ ആ ഒരു മുരിങ്ങയില എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമുക്കത് റോസ്റ്റായി കിട്ടും. നല്ലൊരു മണമാണ് കേട്ടോ ഇത് റോസ്റ്റ് ആകുമ്പോൾ. ഈ ഒരു വറ്റൽമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുരിങ്ങയിലേക്ക് റോസ്റ്റ് ആകുന്ന ഒരു സ്മെല്ല് നല്ല മണമാണ് വീട് മുഴുവനും. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ ഇതുപോലെ തന്നെ ഒരാഴ്ച ഇടപെടാണ്ട് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഷുഗർ കുറയും കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സങ്കടം ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഫുൾ ഫ്ലെയിം നമ്മൾ വെച്ച് കൊടുത്താൽ വേഗത്തിൽ അടിപ്പിടിച്ച് കളയും. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു മുരിങ്ങയിലേക്ക്. അതിലേറ്റവും നല്ല ബെനിഫിറ്റാണ് നമുക്ക് ഷുഗർ പേഷ്യൻസിന് കഴിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു വരത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ ഒരു ബ്ലെൻഡറിലേക്ക് ഒന്ന് മാറ്റിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. നമ്മൾ സാധാരണ ഇഡ്ഡലിപ്പൊടിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു ചമ്മന്തിപ്പൊടിയായിട്ടും അതുപോലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ദോശയുടെ മുകളിലൊക്കെ അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന് ഷുഗർ നല്ല രീതിയിൽ തന്നെ കുറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ രീതിക്കൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണ് ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈസി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ കഴിച്ചു നോക്കും. നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ലോസ്, നിങ്ങളുടെ ശരീരഭാരം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങയില വേറൊരു രീതിയിൽ രാവിലെ വെറും വയറ്റിൽ നമുക്ക് കുടിക്കത്തക്ക രീതിയിൽ എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ഈ ഒരു അളവിൽ ഇഞ്ചി ഞാൻ ചതച്ച് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് അളവാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നല്ല രീതിക്ക് തന്നെ ആ ഇലയിലുള്ള ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരുള്ളൂ. അതുപോലെ തന്നെ ഇഞ്ചിയിലും നമുക്ക് ഷുഗർ കുറയാനുള്ള നല്ലൊരു രീതിക്ക് തന്നെ നമുക്ക് ഷുഗർ കുറയാനുള്ള ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇഞ്ചിയും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിലേക്ക് രാവിലെ നമ്മൾ ഇതുപോലെ തിളപ്പിച്ച് ആ ഒരു വെള്ളം കുടിക്കുന്നത് ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഇലയൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം. അപ്പോൾ രാവിലെ നിങ്ങൾ ഇതുപോലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഷുഗർ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടും കേട്ടോ. ഒരാഴ്ച സമയം മതി, ഷുഗർ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടും. അപ്പോൾ പ്രമേഹ രോഗികൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്, നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു ബെനിഫിറ്റുള്ള ഒരു നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു മുരിങ്ങയില നമ്മൾ ഇതുപോലെയൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കുണ്ടാകും. അപ്പോൾ ഷുഗർ പേഷ്യൻസ് മാത്രമല്ല, അല്ലാത്തവരും ആഴ്ചയിൽ 1-2 തവണ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുന്നത്, ഈ 2 ടിപ്പും ഒന്ന് തയ്യാറാക്കി നോക്കി കഴിക്കുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ അത്രയ്ക്ക് നല്ലതാണ്. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ദോശയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇതുപോലൊക്കെ റെഡിയാക്കി കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.